വിഷു സിനിമകളുടെ റിലീസ് ഡേറ്റ് ആണ് ഇന്ന് നമ്മളിപ്പം റിവ്യൂ എടുക്കാൻ വേണ്ടി പോകുന്നത്. ആലപ്പുഴ ജിങ്കാന എന്ന് പറയുന്ന സിനിമയുടെയാണ്. നമുക്കറിയാം നസ്ലിനും ടീമും ഒക്കെ ആയിട്ടുള്ള ഒരു അടിപൊളി സിനിമയാണെന്നുള്ളതാണ് അതിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കാണുമ്പോൾ അറിയുന്നത്. എന്തായാലും പ്രേക്ഷകരുടെ അഭിപ്രായം നമുക്ക് ചോദിച്ചു നോക്കാം. സൂപ്പർ സൂപ്പർ അടിപൊളി, ഫാമിലി ആയിട്ട് കാണാനല്ല, വളരെ ഹാപ്പിയാണ്. അയ്യോ, എന്ത് കാണാൻ പറ്റുമോ? ഹാപ്പിയാണ്, അല്ലാണ്ട് എന്താ പറയാ. ഞങ്ങക്ക് വെയിറ്റ് ചെയ്യായിരുന്നു, അത് എങ്ങനെയും ഇറങ്ങി ഒന്ന് കാണണമെന്നുണ്ടായിരുന്നു. നമ്മൾ ചെയ്തതിന്റെ എങ്ങനെയാണ് വന്നേക്കണേന്ന് കാണണമെന്നുണ്ടായിരുന്നു. കണ്ടപ്പോ ഒരു ശ്വാസം വിട്ടു. അങ്ങനെ പ്രത്യേകിച്ചൊന്നും തോന്നില്ല. ഐ വോണ്ട് ടു ആക്ട് മോർ ബെസ്റ്റ് സെറ്റ്. അതേപോലെയാണ് ഈ സിനിമ കാണുന്ന പോലെ തന്നെയാണ് സെറ്റും. അപ്പൊ നമുക്ക് എല്ലാവർക്കും അത് ഇഷ്ടമാണല്ലോ. ഞാനൊക്കെ സ്കൂളിലൊക്കെ പഠിച്ചു വളർന്നത് ആ ഒരു മൂഡിൽ തന്നെയാണ്. അതേ സ്കൂളിലൊക്കെ പോയ പോലത്തെ ഒരു ഫീലാണ് ഇവരുടെ ഒപ്പം ഷൂട്ട് ചെയ്യുമ്പോഴൊക്കെ. അത് വൺ ഓഫ് ദ ബെസ്റ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു. അടിപൊളി പടം, നല്ലായിരുന്നു, അടിപൊളിയായിരുന്നു. അടിപൊളി പടം, രസമുണ്ടായിരുന്നു. ഭയങ്കര എൻജോയ് ചെയ്ത് കണ്ടു. എല്ലാവരും നല്ല എഫേർട്ട് എടുത്തതും എല്ലാം കാണുന്ന, പക്ഷേ ഭയങ്കര എഫേർട്ട്ലെസ് ആയിട്ട് എല്ലാവരും ചെയ്തിരിക്കുന്നത്. ബോക്സിങ്ങും എല്ലാം ഭയങ്കര രസമായിട്ട് അടിപൊളിയായിട്ട് കണ്ടിരുന്നു. എല്ലാവരും അടിപൊളിയായിട്ടുണ്ട്. എല്ലാവർക്കും പെർഫോം ചെയ്യാൻ നല്ല സ്പേസ് ഉണ്ട്. അതെല്ലാവരും ഭയങ്കര രസമായിട്ട് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഭയങ്കര എൻ്റർടൈനിങ് ആയിട്ട് തോന്നുന്ന ഒരു സിനിമയാണ്. താങ്ക് യു. മാസ് വേണം, അമേസിങ്, അടിപൊളിയായിരുന്നു, സൂപ്പറായിരുന്നു. ഭയങ്കര എക്സൈറ്റഡ് ആണ്. ഇനിയും ഒരുപാട് എല്ലാരും കാണട്ടെ. അവര് ബാക്കി ആൾക്കാർ ഭയങ്കര കോമഡിയൊക്കെ പറയുമ്പോൾ ചിരിക്കുന്നുണ്ട്. എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് അറിയില്ല, നമുക്ക് കണ്ടു നോക്കാം. എനിക്ക് കമ്പാരിറ്റീവ്ലി കുറവായിരുന്നു. കോമഡി ആയതുകൊണ്ട് കുറച്ചൊക്കെ ഇടി കിട്ടി, പക്ഷേ സഹിക്കാവുന്നതായിരുന്നു. കുഴപ്പമില്ല, നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. രണ്ടും ഈക്വലി ബാലൻസ് ചെയ്യുന്നുണ്ട്. ഫൈറ്റും ലാസ്റ്റ് ഫൈറ്റാണ് കൂടുതൽ ഭംഗിയായത്. അതെ അതെ, അത് ഹിറ്റാണ്. നല്ല പടം, വേറെ മൂഡ് പടം, നൈസ് പടം, ഒന്നും കൂടി വന്ന് കാണാൻ പറ്റിയ പടം. മൊത്തത്തിൽ ഞങ്ങൾ ആദ്യമായിട്ടാണ് പടം എന്ന് വെച്ചാൽ ഫുൾ മിക്സ്, ഫൈനൽ മിക്സ് ഒക്കെ ആയിട്ട് കാണാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. എല്ലാവരും തിയേറ്ററിൽ നിന്ന് തന്നെ പടം കാണണം. ഒരുപാട് എഫേർട്ട് എടുത്തിട്ട് എല്ലാ ആക്ടേഴ്സും ടെക്നീഷ്യൻസും ഒരുപാട് എഫേർട്ട് എടുത്ത് ചെയ്ത പടമാണ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. കുറേയധികം കൈയടിയൊക്കെ ഉണ്ടായിരുന്നു. വളരെയധികം എക്സൈറ്റഡ്. താങ്ക് യു സോ മച്ച്. എല്ലാവരും തിയേറ്ററിൽ തന്നെ പടം കാണാം. എനിക്ക് ഇഷ്ടപ്പെട്ടു സിനിമ. നിങ്ങൾ എല്ലാവരും കാണാം. പറഞ്ഞ പോലെയൊക്കെ തന്നെ എല്ലാവരും എഫേർട്ട് ഇട്ടിട്ടുണ്ട് സിനിമയിൽ. അപ്പം എല്ലാവരും സിനിമ പോയി കാണാം. പിന്നെ റൊമാനിക്കയുടെ പടത്തിൽ അഭിനയിക്കാൻ പറ്റുക പറയുന്നത് വലിയൊരു കാര്യം, ഒരു സന്തോഷമാണ്. അപ്പോൾ അത് നല്ല രീതിയിൽ വന്നു പ്രതീക്ഷിക്കുന്നു. എല്ലാവരും ബാക്കി കണ്ടിട്ട് അഭിപ്രായങ്ങൾ പറയാം. ഭയങ്കര സന്തോഷം. അത് ഈ ഒരു അവസരം കിട്ടിയതിൽ വളരെ സന്തോഷം. നല്ല ഭയങ്കര എക്സ്പീരിയൻസ് ആയി. ഇപ്പോൾ നസ്ലിം ബ്രോയായിട്ട് അഭിനയിക്കാൻ ആ പഞ്ചൊക്കെ ലാൻഡ് ചെയ്യുന്ന സമയത്ത് അത് കണ്ട് ഭയങ്കര സന്തോഷം. ഒന്നും വേറെ ഒന്നും പറയാൻ പറ്റുന്നില്ല, വളരെ സന്തോഷം. അപ്പം അതെ ആദ്യ സിനിമ. അയ്യോ, ഭയങ്കര സന്തോഷം. അത് എന്താ പറയുക, കുളിരടിക്കുക, അതുമാതിരി ഭയങ്കര ഫീല്. എന്നുവെച്ചാൽ ബോക്സിങ്ങിൻ്റെ ഞാൻ 10 years ആയിട്ട് ബോക്സിങ് ചെയ്യുന്നു. പിന്നെ നസ്ലിം ബ്രോ ഇപ്പം അവർ 6-7 months ആയിട്ട് ചെയ്യുന്നേ ഉള്ളൂ. അപ്പോൾ അവർ ആ ഡെഡിക്കേഷൻ അത്ര ഹാർഡ് വർക്ക് ചെയ്തതാണ്. അപ്പോൾ ഇടിയൊക്കെ കറക്റ്റ് ലാൻഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതൊക്കെ അത്ര അവർ നിന്ന് മേടിക്കുകയെന്ന് വെച്ചാൽ അവരെ സമ്മതിക്കണം. ഭയങ്കര സന്തോഷം. നസ്ലിനൊക്കെ അത്ര ഒരു തവണ പഞ്ച് ലാൻഡ് ചെയ്തപ്പോൾ നസ്ലിം ബ്രോ സോറി ഓക്കെ ആണോന്ന് വെച്ചപ്പോൾ പുള്ളി പറയുന്നു, സനു ബ്രോ ഒരു കുഴപ്പമില്ല, ഇത് സിനിമയല്ലേ, പെർഫെക്ഷന് വേണ്ടി അടിച്ചോ, ഓക്കെ ആണെന്ന്. അപ്പോൾ അതാണ് ഡെഡിക്കേഷൻ പുള്ളിയുടെ. അത് ഭയങ്കര സന്തോഷം. പുള്ളിയായിട്ടൊക്കെ അഭിനയിക്കാൻ പറ്റിയില്ല. നസ്ലിനൊക്കെ ഭയങ്കര റെസ്പെക്ട് ചെയ്യുന്നു. താങ്ക് യു. ആണ് അതെ ഫാമിലി ആയിട്ട് ഫുള്ളായിട്ട് കാണാൻ പറ്റുക. അടിപൊളി. എല്ലാവരും പോയി കാണാം. അടിപൊളി പടമാണ്. ഇടിയാണെങ്കിലും ഒരു രക്ഷയില്ലാത്ത പക്ക ബോക്സിങ് എങ്ങനെയാണോ, അമേച്ചർ ബോക്സിങ് എങ്ങനെയാണോ അതുപോലെ തന്നെ എടുത്തിട്ടുണ്ട്. എല്ലാവരും നല്ല ഡെഡിക്കേറ്റഡ് ആയിട്ട് തന്നെ ഫൈറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മളെ ഹീറോസ് ആണെങ്കിൽ പോലും ഒരുപാട് നാളൊരു 6-7 മാസത്തോളം അവർ ഇതിനു വേണ്ടി മാത്രം ഡെഡിക്കേറ്റ് ചെയ്തിട്ട് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ അവർ പെർഫോം ചെയ്തിട്ടുണ്ട്. അതിൻ്റെ റിസൾട്ട് നമുക്ക് ഇവിടെ കാണാനും പറ്റും. എല്ലാവരും പോയി കാണുക. എല്ലാവർക്കും കാണാൻ പറ്റുന്ന മൂവിയാണ്. അടിപൊളി മൂവിയാണ്. കുട്ടികൾക്കാണെങ്കിലും മുതിർന്നവർക്കാണെങ്കിലും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു മൂവിയാണ്. എല്ലാവരും പോയി കാണാം. വളരെ സന്തോഷമുണ്ട് ഇതിലൊരു അവസരം കിട്ടിയതിൽ. ദൈവത്തിനോട് നന്ദി പറയുന്നു. ചെറുതായിട്ട് സെന്റിമെന്റൽ ഒരു സെക്ഷനുണ്ട്, ചെറിയൊരു റൊമാൻസ് സെക്ഷനുണ്ട്. പിന്നെ ഇടിയാണല്ലോ, സെക്കൻഡ് ഹാഫ് മൊത്തം ഇടിയാണ്. എന്നാലും നമുക്ക് ബോറടിക്കില്ല. ഭയങ്കര സ്റ്റഡി പേസ്ഡ് ഒരു പടമാണ്. സോ ഐ ഷുഡ് ഗിവ് ഇറ്റ് ടു ദ എഡിറ്റർ ഫോർ ദാറ്റ്. അപ്പോൾ നല്ലൊരു പടം. വിഷു ആയിട്ട് എല്ലാവരും ഫാമിലി ആയിട്ട് വന്ന് കാണാൻ പറ്റിയ ഒരു പടം.
So I would request everyone to come and watch the film. Yes, I think it is a super hit, I think. Super. എന്ത് ചാമിങ് ആണ്, എന്ത് ക്യൂട്ട് ആണ്. He is very nice in the film. ലുക്മാനെ പറ്റി എന്താ പറയാ, ഒരു കോച്ചിനെ പോലെ തന്നെ ഹീസ് സ്റ്റാൻഡിങ് അപ് ടു വാട്ട് ഹിസ് ക്യാരക്ടർ ഈസ്. ഒരു കോച്ചിന്റെ ക്യാരക്ടർ, ആ ഒരു ബോഡി ലാംഗ്വേജും ആ ഒരു എന്താ പറയാ ആ ഒരു സ്റ്റാച്ചറും കീപ്പ്. അടിപൊളി മൂവി, സൂപ്പർ. ഒരു ചിരിപ്പുരായിരുന്നോ? എല്ലാം ഉണ്ട് ഇതിൽ, കോമഡി ഉണ്ട്, ഫൈറ്റും ഉണ്ട്, എല്ലാം ഉണ്ട്. മസ്റ്റ് തിയേറ്റർ വാച്ചാണ്. എല്ലാവരുടെ ആക്ടിങ്ങും ഡയറക്ഷനും എല്ലാം അടിപൊളിയായിരുന്നു. ഇടിപ്പടമായിട്ട് വന്ന് കാണരുത്, എല്ലാം നല്ല എൻജോയ് ചെയ്ത് കാണാൻ പറ്റിയൊരു മൂവിയാണ്. ത്രൂ ഔട്ട് എൻഗേജിങ് ആണ് മൂവി, സൂപ്പറാണ്. എല്ലാവരും അടിപൊളിയായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. പിന്നെ നെസ്ലിനൊക്കെ ഭയങ്കരമായിട്ട് ബോഡി ട്രാൻസ്ഫോർമേഷൻ ചെയ്തിട്ടുണ്ട് ഇതിനു വേണ്ടി. സൂപ്പറായിട്ടുണ്ട്. എല്ലാവരും ഒന്നിനൊന്ന് മെച്ചമായിട്ടാണ് അഭിനയിച്ചിരിക്കുന്നത്. എല്ലാവർക്കും ഈക്വലി ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന പോലെയാണ് എടുത്തിട്ടുള്ളത്. നല്ല പടമായിരുന്നു. എല്ലാവരും ചോദിച്ചു നല്ലതാണ്, ഞങ്ങൾ എല്ലാവരും പോയി കാണണം. എന്താ നല്ലതാണ്, എല്ലാവർക്കും നല്ല റെസ്പോൺസാണ് ഇതുവരെ ഉള്ളത്. ഇനിയുള്ള എല്ലാവരും പറയണം. രണ്ടും ഉണ്ട്. എല്ലാവരും അടിപൊളി പെർഫോമൻസ് ആണ്. എല്ലാവരും ഫാമിലി ആയിട്ട് പോയി കാണാൻ പറ്റും പടം. നല്ലതായിരുന്നു. ഇമോഷണൽ ആയിരുന്നു, പിന്നെ എക്സൈറ്റ്മെന്റ് വന്നു, ഹാപ്പിനെസ്, അങ്ങനെ എല്ലാ ഇമോഷൻസും ഒരുമിച്ചൊരു അവിയൽ പരുവത്തിലായിരുന്നു. പക്ഷേ ഇറ്റ് വാസ് ഗുഡ്. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അച്ഛൻ ഇവിടെ ഉണ്ടായിരുന്നു, ഇപ്പൊ ജസ്റ്റ് ഇറങ്ങി. ഞങ്ങൾ ഒരുമിച്ചല്ല ഇരുന്ന് കണ്ട, ഞാൻ പുറകിലായിരുന്നു, അച്ഛൻ ഫ്രണ്ടിലായിരുന്നു. പക്ഷേ ആള് ഹാപ്പിയാണ്. ഒബ്വിയസ്ലി ആള് ഭയങ്കര ഹാപ്പിയാണ്. അതെ, ഇഷ്ടപ്പെട്ടു, സിനിമ ഇഷ്ടപ്പെട്ടു. അത് വലിയ ലക്കാണ് ആക്ച്വലി. ഒരു ഡെബ്യൂ, ഖാലിദ് റഹ്മാൻ മൂവിയിൽ ഡെബ്യൂ കിട്ടാന്ന് പറയുന്നത് വലിയൊരു ലക്കില്ല. പിന്നെ ഇത്രയും നല്ല കാസ്റ്റ് ആൻഡ് ക്രൂ, അങ്ങനെ അപ്പം മൊത്തത്തിൽ ഒരു ലക്കാണ് ആക്ച്വലി. പിന്നെ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു, കുറെ പഠിക്കാൻ പറ്റി, എല്ലാം ബ്രില്യൻറ്റ്. ഒരു ലീനിയർ സ്റ്റോറി ടെല്ലിംഗ് അല്ല, എല്ലാ ക്യാരക്ടേഴ്സിനും ഈക്വൽ ആയിട്ടുള്ള ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഒരു നായകന്റെ വിജയം മാത്രമല്ല നോക്കണം, എല്ലാവരുടെയും വിജയം നോക്കുന്നുണ്ട്. അവര് പറഞ്ഞ നമ്മള് ഭയങ്കര ഹാപ്പിയാണ്. സൂപ്പർ, ഒരു രക്ഷയില്ല, പൊളി. വേഗം പോരാ തിയേറ്ററിലേക്ക്. നല്ല പടം, നല്ല പടം, പൊളി. അൾട്രാ മോഡേൺ കിച്ചൺ ഡിവൈസസ്. ഒരു കിച്ചണിൽ വേണ്ട എല്ലാ ലേറ്റസ്റ്റ് ബ്രാൻഡുകളും ഇവിടെയുണ്ട്. ലോകോത്തര ബ്രാൻഡുകൾ, ഒറിജിനൽ പ്രോഡക്ട്സ്, വൈഡ് റേഞ്ച്. മൈജി ഫ്യൂച്ചർ. വാട്സാപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല. ഇംഗ്ലീഷ് കഫേ, വി പ്രസന്റ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. വാട്സ്ആപ്പ് നൗ 9633 888 575.